നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെണ്ടയ്ക്ക കുക്ക് ചെയ്താണ് നമ്മൾ വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെണ്ടയ്ക്ക മപ്പാസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കാനായിട്ട് അതൊരു കടായി വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വെണ്ടയ്ക്ക മപ്പാസ്. ചോറിനോടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയുമാണ്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം വെളുത്തുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് ചേർക്കാം. ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂണേ കാണത്തുള്ളൂ. ഒരു പച്ചമുളക്, ഇതിനൊപ്പം തന്നെ നമുക്കൊരു സവോള, ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത് നീളത്തിലരിഞ്ഞത് ഇവിടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും സവോള എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു മണമാണ്. നല്ലൊരു നാടൻ കറികളുടെ തന്നെ ഒരു മണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ. സവോള ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാവണം, അതുവരെ വഴറ്റിയെടുക്കുക. ഉള്ളി ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മസാലകൾ ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡറോ സാധാരണ മുളക് പൊടിയോ ചേർക്കാം. വളരെ കുറച്ചൊരു 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാല, ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതെല്ലായിട്ടൊന്ന് മൂപ്പിക്കുക. ഇതിലേക്ക് ടൊമാറ്റോ ചേർക്കാം. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ്. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണം ടൊമാറ്റോ ഇട്ട ശേഷം. ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് ഉടയണം. തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി ആ മസാലയുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ചേർക്കാം. വെണ്ടയ്ക്ക ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഏകദേശം ഒരു 8 വെണ്ടയ്ക്ക. നമ്മൾ അളന്ന് നോക്കുകയാണെങ്കിൽ 1 കപ്പ് വെണ്ടയ്ക്ക എടുത്തേക്കുന്നത്, ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട്. വെണ്ടയ്ക്കായിലേക്ക് ഈ മസാലകളൊന്ന് പിടിക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് വഴറ്റുക. നമ്മൾ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട് കുറച്ച്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്താൽ മതി. ഏകദേശം ഒരു ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റോളം നമ്മളൊന്ന് വഴറ്റി. ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. ഇത് കുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2ാം പാൽ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് 1 കപ്പോളം ചേർക്കാം. നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ഇത് കറി റെഡിയാണ്. വെണ്ടയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1ാം പാൽ ചേർക്കണം. 1/2 കപ്പ്. 1/2 കപ്പ് നിറച്ചില്ല, 1/2 കപ്പിൻ്റെ 1/4 ഭാഗമുണ്ട്. 1ാം പാൽ കൂടെ ചേർക്കാം. 1ാം പാൽ ചേർത്ത ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. നന്നായിട്ടൊന്ന് ചൂടായി. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. തിളയ്ക്കേണ്ട, നന്നായിട്ട് ചൂടായി. ഇത് ഓഫ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കലാണ് ഈ കറിയുടെ മെയിൻ ഫ്ലേവർ. 1 ടീസ്പൂൺ എണ്ണ, വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുക. 1/2 ടീസ്പൂൺ കടുക്. ഇതിലേക്ക് ഒരു 3 ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത്, ഒന്നോ രണ്ടോ വറ്റൽമുളക് ഒന്ന് കീറിയിടാം.
കുറച്ച് വേപ്പിലയും കൂടി ഇടും. ഈ കടുക് പൊട്ടിച്ച് മിക്സർ ഇതിനകത്തേക്ക് ഒഴിക്കാം. നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ആ കടുക് പൊട്ടിച്ചതിൻ്റെ മണവും അതിൻ്റെ ഫ്ലേവറും എല്ലാം കറിയിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രുചിയാണ് വെണ്ടയ്ക്ക മപ്പാസ് കഴിക്കാൻ. നല്ല മട്ടാരി ചോറും വെണ്ടയ്ക്ക മപ്പാസും ഉണ്ടെങ്കിൽ നല്ല രുചിയായിട്ട് ചോറ് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പിയിൽ ഞാൻ ഉപയോഗിച്ചത് 1 കപ്പ് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങയിൽ നിന്നാണ് നമ്മൾ 1-ാം പാലും 2-ാം പാലും എടുത്തത്. അതിന് പകരം എളുപ്പമാക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിൽ പൊടി ഉപയോഗിക്കാം. അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.